ഒരു പ്രൊഫൈൽ ക്രാഫ്റ്റ് വർക്ക് ആയിട്ടാണ്. ഈ ഡയലോഗ് ആരുടെയാണെന്ന് അറിയോ? നമ്മുടെ ബഷീറിന്റെ സൈഗുവാവില്ലേ, അവന്റെ ഡയലോഗാണ്. അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ്. കുറെ ദിവസമായി ഞങ്ങൾ വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നത്, പക്ഷെ ഞങ്ങൾക്ക് പറ്റണില്ല. കാരണം ഇവിടെ UAE ഭയങ്കര ചൂടാണ്, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റണില്ല. അപ്പൊ റെയ്ഹാനക്ക് സ്കൂളിലേക്ക് കുറച്ച് ഹോളിഡേ ഹോംവർക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സ് ഡേക്ക് കാർഡ് ഉണ്ടാക്കാനാണ് അവൾക്ക്. അപ്പൊ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. പേപ്പർ A4 ഷീറ്റ് ആണ്. കട്ടി കിട്ടാൻ വേണ്ടി 2 ആയിട്ട് കൂട്ടി ഒട്ടിച്ചേക്കാണ്. നിങ്ങൾക്ക് വേണ്ടി ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം. ചാർട്ട് പേപ്പർ ഇല്ലാത്തവര് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇത് ഫോൾഡ് ചെയ്യാം. നോക്കൂ ഗൈസ്, ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റ് കണ്ടോ, എന്ത് രസമാണ് ഈ ഇലകളൊക്കെ കാണാൻ. ഈ ഡിസൈൻ തന്നെയല്ല, പല ഡിസൈന് കിട്ടും. അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ ഇലകളൊക്കെ 2-3 എണ്ണം കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഗൈസ്, ഞാൻ ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി വെച്ച് ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കാം. ഇനി നമുക്ക് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുഞ്ഞി കുഞ്ഞി ഡോട്ട്സ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞങ്ങൾ ഡോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വട്ടത്തിന്റെ സൈഡിലേക്ക് ഈ ഡോട്ട്സ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ വേഗം ഒട്ടിച്ചിട്ട് വരാം. കുറച്ച് മെനക്കേടൊക്കെ ഉള്ള കാര്യമാണ്. അപ്പൊ ഞാൻ വേഗം ഒട്ടിച്ചിട്ട് വരാം. അപ്പൊ ഗൈസ്, ഞാനും റെയ്ഹാനയും കൂടി ഇത് ചുട്ടും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. റെയ്ഹാനക്ക് ടീച്ചേഴ്സ് ഡേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതിയത്. നിങ്ങൾക്ക് ബർത്ത്ഡേ ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാം. ഞാൻ ആദ്യമേ ഇവിടെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് സ്കെച്ച് പെൻ യൂസ് ചെയ്ത് ഇതിന്റെ മുകളിൽ കൂടെ വരയ്ക്കാം. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ റെഡ് സ്കെച്ചും കൊണ്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ടീച്ചർക്ക് എന്താ എഴുതേണ്ട നിങ്ങൾക്ക് അത് എഴുതാം. ഇവൾക്ക് കുറച്ച് ഹാർട്ട് ഷേപ്പ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ്. അപ്പൊ ഇന്നത്തെ കുഞ്ഞു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി റൈഹാനയ്ക്ക് 2-3 ക്രാഫ്റ്റ് വർക്കും ഉണ്ട്. അതായിട്ട് ഞങ്ങൾ വേഗം വരാം. അപ്പൊ റൈഹാന, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.